പൂജാമുറി വരെ നീണ്ടു കിടക്കുന്ന ഒരു ഫോയറിലേക്കാണ് മെയിൻ ഡോർ എൻട്രി ചെയ്യുന്നത്. താഴെ കാണുന്ന ഈ വീടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെനോവേഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള ലിവിംഗ് ഹാളിലാണ് നമ്മൾ ആ സ്റ്റെയർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിലെ ലിവിംഗ് ഹാളിനോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ലിവിംഗ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ചെറിയ സ്റ്റഡി ഏരിയയും അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു കോർട്ട് യാർഡും ചെയ്തിരിക്കുന്നത്. ലാൻഡിങ്ങിനടുത്തായിട്ട് ചെറിയൊരു ബേ വിൻഡോ കൂടെ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂജാമുറിക്ക് അടുത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ആക്സസ് ഇവിടെ ഉള്ളത്. ഏകദേശം 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലുള്ള ഈ ഒരു ബെഡ്റൂമിന് വലിപ്പത്തിൽ യാതൊരുവിധ വ്യത്യാസവും നമ്മളിവിടെ വരുത്തിയിട്ടില്ല. താരതമ്യേന ചെറിയ ഒരു റൂം ആയിരുന്നിട്ട് കൂടെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തത് കൊണ്ട് സ്റ്റഡി ഏരിയ മുതൽ ഡ്രസ്സിങ് ഏരിയ വരെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പ്ലാനിൽ കാണാം. ഏകദേശം ഒരേ സൈസിലാണ് താഴത്തെ 2 ബെഡ്റൂമുകളും ഈ വീട്ടിലുണ്ടായിരുന്നത്. മാക്സിമം വലിപ്പം കിട്ടുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഈ വീടിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്ലാന് നാളെ നമ്മളുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. നിലവിലുണ്ടായിരുന്ന കിച്ചൺ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഡൈനിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോർണറിലായിട്ട് വാഷ് ഏരിയയും ഓപ്പോസിറ്റ് ആയിട്ടൊരു ഓപ്പൺ കിച്ചണും നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കാസർഗോഡ് നിന്ന് നമ്മളെ സമീപിച്ച ഒരു ക്ലയന്റിന് വേണ്ടിയിട്ടാണ് 2000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഈ ഒരു റെനോവേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.